जय बोलो भारत माता के। നമസ്കാരം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നിരവധി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുകയാണ്. തിരുവനന്തപുരത്തെ BJP പട്ടികയിലെ ശ്രദ്ധേയമായ യുവ സാന്നിധ്യമാണ് ശ്രീ ഗിരീഷ് നെയ്യാർ. പാറശാലയിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുകയാണ്. ശ്രീ ഗിരീഷ് നെയ്യാർ നമ്മോടൊപ്പമുണ്ട്. ഗിരീഷ് ജി, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ വളരെ വളരെ നല്ലൊരു പ്രതീക്ഷയാണ്. പാറശാലയിൽ നിന്ന് അവിടെ ഇറങ്ങുന്ന സമയത്ത് ഓരോ അമ്മമാരെയും അതുപോലെ തന്നെ സഹോദരിമാരെയും അതുപോലെ ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ, അവരിലൊരു പ്രതീക്ഷ കാണുന്നുണ്ട്. കാരണം നമുക്കെന്തെങ്കിലും ചെയ്ത് നമ്മൾ ജയിച്ചു വന്നാൽ, ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് കാൻഡിഡേറ്റായിട്ട് ഗിരീഷ് നെയ്യാർ എന്ന് പറയുന്ന ഞാൻ ജയിച്ചു വന്നാൽ അവർക്ക് പലതും നേടാൻ സാധിക്കുമെന്ന് അവർക്ക് തന്നെ ഒരു ഫീല് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ടാലൻ്റ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് 10-18 വർഷമായിട്ട് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ, പഠിച്ച ജോലി കിട്ടിയ ആൾക്കാർ ഒക്കെ അവർക്കറിയാം ഞാൻ എന്താണെന്ന്. അപ്പോൾ അവരിലൂടെ അവരുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സുപരിചിതമാണ് ഞാൻ എന്ന് പറയുന്നത്. ഈ 2011 വെറും 10,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP 2016 33,000 വോട്ട് ഉയർത്തി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിജയം എത്രമാത്രം അകലെയാണ്? ഈ തവണ അത് എത്തിപ്പിടിക്കാൻ സാധിക്കുമോ? 2011 അത് 2016 33,000 വോട്ടായിട്ട് ഉയർത്തിയത് 2024 അത് 46,000-ഓളം വോട്ടായിട്ട് വീണ്ടും നമ്മുടെ അസംബ്ലി മണ്ഡലത്തിൽ പാറശാല അസംബ്ലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് രാജീവേട്ടന് കിട്ടിയതാണല്ലോ. അപ്പോൾ 46,000-ഓളം വോട്ട്, 45,957 വോട്ട് ഓൾറെഡി താമര ചിഹ്നത്തിൽ ലഭിച്ചതാണ്. അപ്പോൾ അതിനുശേഷം എത്രയോ BJP മുന്നോട്ട് വന്നിട്ടുണ്ട്, NDA മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണല്ലോ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിൽ ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ നമ്മൾ പിടിച്ചെടുത്തില്ലേ. അപ്പോൾ ജനങ്ങൾക്ക് അതിനുശേഷം വീണ്ടും ട്രെൻഡ് മാറിയിട്ടുണ്ട്. NDA സഖ്യത്തിൽ BJPയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് തെളിയിച്ചതാണല്ലോ. അപ്പോൾ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ടിടാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ അങ്ങനെയുള്ളത്. അപ്പോൾ BJP ഇപ്പോൾ ജയിക്കുമെന്നുള്ളൊരു അന്തരീക്ഷം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തു നിന്നും BJPക്ക് വോട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗിരീഷ് നെയ്യാർ വിജയിക്കാനുള്ള സാധ്യതയിലേക്ക് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നവർ എന്നെ അറിയില്ല എങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി ഗിരീഷ് നെയ്യാർ ആരാണെന്ന്. ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നത്, ഞാനെന്തോ സംഭവമാണെന്നല്ല, ഞാൻ അവിടുത്തെ സാധാരണക്കാരിൽ അതിനേക്കാളും താഴ്ന്ന ലെവലിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. അപ്പോൾ ഞാൻ അവരോടൊപ്പം നിൽക്കും എന്നുള്ളതിൻ്റെ ഉറപ്പ് എൻ്റെ ഇത്രയും കാലം ജീവിതം എന്താണെന്ന് പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർക്ക് വേണ്ടതും ഈ നാടിൻ്റെ വികസനമാണ്, അല്ലാതെ രാഷ്ട്രീയം ജയിക്കുക എന്നുള്ളതിനുപരിയായിട്ട് ഈ നാടിൻ്റെ വികസനമാണ് അവിടുത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമന്യേ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഗിരീഷ് നെയ്യാർ എന്ന് പറയുന്ന എനിക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ 10 വർഷമായി ഇടത് കോട്ടയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി വേഗത വരേണ്ടതുണ്ട് എന്ന് BJP നിലപാടുണ്ടോ? 10 വർഷമായി ഇടതുകോട്ടയാണെന്ന് ആരാ പറഞ്ഞത്? 10 വർഷം 2 ടേമിൽ ഇപ്പോൾ LDF ജയിച്ചു എന്ന് പറയാം അസംബ്ലി ഇലക്ഷനിൽ. അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരുന്നു. 2016 ജയിച്ചു, അത് ഫ്ലഡും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം കോവിഡ് വന്നു. കോവിഡിൻ്റെ മനുഷ്യൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് 2021 കിറ്റ് കൊടുത്തുമൊക്കെ ജയിച്ചു എന്നല്ലേ പറയുന്നത്. അതുപോട്ടെ, അതൊക്കെ പറയുന്നില്ല. പക്ഷേ ആ അവസ്ഥയല്ല 2024 അവിടെ ആരാണ് കൂടുതൽ വോട്ട് നേടിയത്? അപ്പോൾ ഇത്തരം അവസ്ഥയിൽ ആ പാറശാല മണ്ഡലം ആരെയും ഒരു വിഭാഗത്തെ മാത്രമായിട്ട് പിന്തുണയ്ക്കുന്ന മണ്ഡലമല്ല എന്ന് എല്ലാവർക്കും അറിയാം. മാറി മാറി എല്ലാവരെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഇപ്രാവശ്യം ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ അവിടെ നമുക്ക് അനുഭവപ്പെടുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അവരുടെ ഉന്നമനത്തിനായി രാഷ്ട്രീയ ഭേദമന്യേ ആ പാറശാല മണ്ഡലത്തിലെ യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട്, അമ്മമാർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പാറശാല മണ്ഡലത്തിലെ ജനങ്ങൾ വിധിയെഴുതും എന്ന് നമുക്കെല്ലാവർക്കും, എനിക്ക് 100% ഉറപ്പുണ്ട്. സംഘടനയുടെ ഒരു ഘടന, പ്രവർത്തകരുടെ ആത്മവിശ്വാസം, അതൊക്കെ എത്രത്തോളമാണ്? പ്രവർത്തകരുടെ ആത്മവിശ്വാസം മുന്നത്തെക്കാൾ ഉപരിയായി
വളരെയധികം ഉയർന്ന തലത്തിലാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവർക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും അതുപോലെ തന്നെ കേരളത്തിലെ അവസ്ഥ. ഓരോ ദിവസവും മറ്റ് പാർട്ടികളിൽ നിന്ന് വളരെ മുകളിലുള്ള ചുമതലകൾ വഹിച്ചിരുന്ന ഓരോ ആൾക്കാരും BJPയിലാണ് പ്രതീക്ഷയെന്ന് കണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം കാണുന്നില്ലേ? ഇതെല്ലാം നമ്മുടെ പ്രവർത്തകരായാലും ജനങ്ങളും കാണുന്ന വസ്തുതയല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ BJPയെ ഇനി മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ 2020 പോലുള്ള നമ്മുടെ സാബു ജേക്കബ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ BJPയിലല്ലേ വന്നിരിക്കുന്നത്. വേറൊരു പാർട്ടിയിൽ എന്താ പോകാത്തത്? അപ്പോൾ വികസനം ആഗ്രഹിക്കുന്ന, ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന, നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന, എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ ഇവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കാണ്, BJPയിലേക്കാണ്. അതും നമ്മുടെ പാറശാല മണ്ഡലവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ വലിയൊരു മണ്ഡലമാണ്, പ്രത്യേകിച്ചും പിന്നോക്ക മലയോര മേഖലകളാണ്. കേന്ദ്ര പദ്ധതികളടക്കം അവിടങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കേന്ദ്ര പദ്ധതികളൊക്കെ അവർ പല പദ്ധതികളും മുടക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ ഒരു BSNL ടവറിൻ്റെ കാര്യം പോലും ശൂരവക്കാണിയിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. അവിടെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം കേന്ദ്ര പദ്ധതികൾ ഒക്കെ മുടക്കുന്ന ഒരവസ്ഥയല്ലേ. പിന്നെ ചില റോഡുകളോ പാലങ്ങളോ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. അതിനുപരിയായി കെട്ടിടങ്ങൾ മാത്രം മതിയോ? ഒരു കെട്ടിടമുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൽ നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടും എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ചിന്ത. അതിനുശേഷം ആ കെട്ടിടം എന്തിനാണോ എന്ത് പർപ്പസിനാണോ നമ്മൾ ആ കെട്ടിടം ഉണ്ടാക്കിയത്, ആ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. പല കെട്ടിടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം ആവശ്യമായിട്ടുള്ള അമ്യൂണിറ്റീസ്, അവിടുത്തെ മറ്റ് വസ്തുതകൾ ഉണ്ടാക്കുകയോ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയോ എന്തിനാണോ ഉണ്ടാക്കിയത് ആ പർപ്പസ് പല സ്ഥലങ്ങളിലും ഫുൾഫിൽ ചെയ്തിട്ടില്ല. നമ്മുടെ ലക്ഷ്യം അതെല്ലാം വേണ്ട രീതിയിൽ കൊണ്ടുവന്ന് അതിനെ ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്ക് ലൈവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മാറാത്തത് ഇത്തവണ പാറശാലയിൽ മാറാത്തത് മാറുന്നുണ്ട്, പലയിടത്തും ഇപ്പോൾ മാറി തുടങ്ങി. അതുപോലെ തന്നെ പാറശാലയും മാറും, ഒരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പാറശാല മാറും എന്ന് മാറ്റിയെടുക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് അവരുടെ മുഖത്തു നിന്ന് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അതാണ് BJPയുടെ ആത്മവിശ്വാസം. സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, ഏത് കോട്ടയും പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഗിരീഷ് സിയും പറയുന്നത്. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അമ്പാടിക്കൊപ്പം കുമാർ സംയോഗി. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.